ഹലോ, ഇന്നത്തെ റെസിപ്പി പഴയൊരു ഓർമ്മ വീണ്ടും ജീവിപ്പിക്കലാണ്. പണ്ട് കുട്ടിക്കാലത്ത് വീടിന്റെ അടുത്തുള്ള ക്രിസ്ത്യൻ ഫാമിലീസിന്റെ കല്യാണത്തിന്റെ തലേദിവസം തന്നെ നമ്മൾ പോവാറുണ്ടായിരുന്നു. അവരുടെ കല്യാണത്തിന്റെ തലേദിവസത്തെ ഭക്ഷണം നല്ല ചൂട് ചോറും നല്ല നാടൻ ചിക്കൻ കുമ്പളങ്ങ ഇട്ടുള്ള വെച്ചൊരു കറിയൊക്കെ ആയിരുന്നു. ആ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത്. അന്ന് വിറകടുപ്പിൽ വെച്ചിട്ടുള്ള ഈ നാടൻ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ആയിരുന്നു കേട്ടോ. ഇന്ന് വിറകടുപ്പ് മാറി, നാടൻ ചിക്കനും മാറി, പക്ഷെ ഈ കറിയുടെ രുചി ഓർമ്മകളായിട്ട് ഇന്നും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് കറി എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. പിന്നെ അതിന് ആവശ്യമുള്ളത് കുമ്പളങ്ങയാണ്. നല്ല മൂത്ത കുമ്പളങ്ങ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇത് 1 കിലോ ഉണ്ട്, പക്ഷെ 1 കിലോന് ആവശ്യമില്ല, 1/2 കിലോ മതി. 1/2 കിലോ കുമ്പളങ്ങ ഞാൻ ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. വളരെ ചെറുതാക്കി കഷ്ണങ്ങളാക്കരുത്. 7 വെളുത്തുള്ളി അല്ലി, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി, ഒരു 5-6 പച്ചമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇതെല്ലാം കൂടിയിട്ട് ചതച്ച് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 2 കപ്പ് തേങ്ങയാണ്. ഇത് മിക്സിയുടെ ജാറിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഇതിൽ നിന്ന് നമുക്ക് 1-ാം പാല് എടുത്ത് മാറ്റി വെക്കണം. അങ്ങനെ 1-ാം പാല് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള തേങ്ങാപ്പീരയിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് അടിച്ചെടുക്കാം. അതിൽ നിന്ന് കിട്ടുന്ന പാലും ഒന്ന് മാറ്റി വെക്കണം. അങ്ങനെ 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 2 വലിയ സവാളയാണ്. അത് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിന്റെ മുകളിലേക്കായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പിന്നെ ചതച്ചു വെച്ച മസാല, പിന്നെ 1 പിടി കറിവേപ്പില എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യുക. വെളിച്ചെണ്ണ ആഡ് ചെയ്തതിനു ശേഷം ഈ മസാലയെല്ലാം ചിക്കനിൽ നന്നായി തിരുമ്മി പിടിപ്പിക്കണം. മസാല നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈമിൽ നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. 1/2 കപ്പ് തേങ്ങയിലേക്ക് 4 ചെറിയുള്ളി, 4 വെളുത്തുള്ളി അല്ലി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് കറിവേപ്പില, ഇത് എല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടിയിട്ട് ചെറിയ തീയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. മസാലപ്പൊടികൾ ചൂടായാൽ സ്റ്റവ് ഓഫ് ആക്കാം. അതിനുശേഷം ഇതൊന്ന് തണുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അരച്ചെടുക്കാം. ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 2-ാം പാൽ ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഒരു 3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിക്കരുത്. ശേഷം ചിക്കൻ ഒന്ന് തുറന്നു നോക്കാം. ചിക്കൻ പകുതി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ അരച്ചു വെച്ച മസാലയാണ്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജാർ ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം. അധികം വെള്ളം ചേർക്കരുത്. കുമ്പളങ്ങ ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് വെള്ളം അധികം ചേർക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് കുമ്പളങ്ങ ചേർക്കുക. കുമ്പളങ്ങ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റും കൂടി ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളം ഒഴിക്കരുത്. മൂന്ന് മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം. കുമ്പളങ്ങ വെന്തിട്ടുണ്ടോ നോക്കാം. ചില കുമ്പളങ്ങ വേഗം വേവാൻ സാധ്യതയുണ്ട്. ഒരു 1/4 വേവ് ആവണ വരെ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. 3
മിനിറ്റിന് ശേഷം ചിക്കൻ ഒന്ന് തുറന്നു നോക്കൂ. നല്ല കുമ്പളങ്ങയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വെള്ളം അധികം ഒഴിക്കാതെ തന്നെ അതിൽ നല്ല വെള്ളം വന്നിട്ടുണ്ട്. കുമ്പളങ്ങ ഏകദേശം 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാല്, 1/4 പാല് ഇതിലേക്ക് ഒഴിക്കണം. ഇത് ഒഴിച്ചതിന് ശേഷം ഉപ്പ് നോക്കണം. ഉപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വേവിക്കാം. ഇനി നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മിനിറ്റിന് ശേഷം തുറക്കാം. കണ്ടില്ലേ, തേങ്ങാപ്പാലിന്റെ ഓയിലൊക്കെ ചിക്കന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ചിക്കനും കുമ്പളങ്ങയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ കറി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് വറുത്തിടണം. ഒരു ചെറിയ ഫ്രൈ പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ ഒരു 10 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്തിട്ട് മൂപ്പിക്കണം. മൂത്ത് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇതെല്ലാം മൂത്ത് വന്നതിന് ശേഷം ഇത് കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ ചിക്കൻ കുമ്പളങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഒരുവിധം എല്ലാവർക്കും ഈ കറി അറിയായിരിക്കാം, പക്ഷെ ഉണ്ടാക്കുന്ന രീതി പലതരത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഈ തരത്തിൽ ഉണ്ടാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ. ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് ചോറിലേക്കും പത്തിരി, വെള്ളപ്പം, നൂൽപുട്ട് എല്ലാറ്റിലേക്കും നന്നായിട്ട് നല്ല കോമ്പിനേഷനാണ്. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.